ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ അപ്രതീക്ഷിത കുതിപ്പ്. HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളുടെയും ചില അനുകൂല ആഗോള ഘടകങ്ങളുടെയും പിൻബലത്തിൽ NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റിയും BSEയുടെ മുഖ്യ സൂചികയായ സെൻസെക്സും ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 2% നേട്ടം കുറിച്ചു. നിഫ്റ്റി 378 പോയിന്റ് നേട്ടത്തോടെ 23,739-ലും സെൻസെക്സ് 1,397 പോയിന്റ് കുതിച്ചുയർന്ന് 75,584-ലും ക്ലോസ് ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ കുതിപ്പിനുള്ള കാരണങ്ങളും സമീപഭാവിയിലേക്കുള്ള നിഫ്റ്റി സൂചിയുടെ സാധ്യതകളും അറിയാം. ആദ്യം, ട്രംപിൻ്റെ മനംമാറ്റം. അയൽ രാജ്യങ്ങളും അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളുമായ മെക്സിക്കോയും കാനഡയ്ക്കുമെതിരെ അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള നടപടി 30 ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതാണ് ആഭ്യന്തര ഓഹരികളിലും ആവേശത്തിരകളൊക്കെ സമ്മാനിച്ചത്. അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന അമേരിക്കയുടെ അതിർത്തിയിൽ നിരീക്ഷണത്തിനായി 10,000-ഓളം പട്ടാളക്കാരെ മെക്സിക്കോ ഭരണകൂടം നിയോഗിച്ചതിനും ഫെന്റനിൽ കടത്തിനെതിരെ കാനഡയുടെ ഭരണകൂടവും നടപടി സ്വീകരിച്ചതോടെയാണ് പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അധിക തീരുവ നടപ്പാക്കുന്ന തീരുമാനം അടുത്തൊരു മാസത്തേക്ക് മരവിപ്പിച്ചത്. അതേസമയം US പ്രസിഡന്റ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നടപടിയിൽ നിന്നും കടുപ്പമേറിയ ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കില്ല എന്ന പോസിറ്റീവ് സൂചനകളാണ് ലഭിക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മെക്സിക്കോയും കാനഡയുമായും തർക്കവിഷയങ്ങളിൽ അനന്തര ചർച്ചകൾ തുടക്കമിടാൻ ഇത് വഴിയൊരുക്കും. അമേരിക്കയുമായി വിവിധ വിഷയങ്ങളിൽ തർക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ആദ്യം അധിക ഇറക്കുമതി തീരുവ ചുമത്തുകയും ചർച്ചകൾക്കായി നിർബന്ധിക്കുകയും അവസാനം താൽപ്പര്യങ്ങൾക്കനുസൃതമായ ഒരു കരാറിൽ എത്തിച്ചേരുകയും എന്ന തന്ത്രമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതേ രീതി തന്നെ ചൈനയോടും പുറത്തെടുത്തേക്കുമെന്നാണ് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് VK വിജയകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റനുകൂല ഘടകങ്ങൾ. 6 പ്രധാനപ്പെട്ട കറൻസികൾക്കെതിരായി US ഡോളറിൻ്റെ വിനിമയ മൂല്യം കണക്കാക്കുന്ന ഡോളർ സൂചിക താഴേക്ക് ഇറങ്ങിയത് ഓഹരി വിപണികൾക്ക് അനുകൂല ഘടകമായി മാറി. ഇറക്കുമതി തീരുവ ചുമത്തലിൽ നിന്നും പ്രസിഡന്റ് ട്രംപ് താൽക്കാലികമായി പിന്മാറിയതോടെയാണ് ഡോളറിൻ്റെ മൂല്യത്തിൽ ഇടിവുണ്ടായത്. എന്നാൽ 2 വർഷത്തിനിടയിലെ മികച്ച നിലവാരത്തിൽ US മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ഡാറ്റ പുറത്തു വന്നതോടെ ഡോളറിൻ്റെ ഇടിവിന് തടയിട്ടു. ഇതോടെ മാർച്ച് മാസത്തിലെ യോഗത്തിലും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് താഴ്ത്തിയേക്കില്ലെന്ന നിഗമനം ബലപ്പെട്ടതാണ് ഇതിന് കാരണം. അതേസമയം ഫെബ്രുവരി 7 പ്രഖ്യാപിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ പണനയത്തിൽ രാജ്യത്തെ പലിശ നിരക്കുകളെ സ്വാധീനിക്കാവുന്ന റിപ്പോ റേറ്റ് താഴ്ത്തിയേക്കുമെന്ന പ്രതീക്ഷയും ആഭ്യന്തര ഓഹരികളെയും മുന്നോട്ട് നയിച്ചു. അതേപോലെ ഇന്ത്യൻ വിശാല വിപണിയിലെ നിക്ഷേപ താൽപ്പര്യം ഉടലെടുത്തതും ഓഹരിയുടെ കുതിപ്പിന് പിൻബലമേകി. സമീപകാലത്ത് വിപണിയിൽ ശക്തമായ തിരുത്തൽ നേരിട്ടതോടെ ലാർജ് ക്യാപ് ഓഹരികളിൽ ഒരു വിഭാഗം താരതമ്യേന താഴ്ന്ന വില നിലവാരത്തിൽ ലഭ്യമായതും ഇതിന് സഹായിച്ചു. NSEയിലെ 13 വിഭാഗം ഓഹരി സൂചികളിൽ 12 എണ്ണവും ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി FM സൂചിക മാത്രമാണ് നഷ്ടം നേരിട്ടത്. അതേപോലെ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് സൂചികളും നേട്ടത്തിലേക്ക് ഇന്ന് മുന്നേറി. എന്നിരുന്നാലും പ്രധാന അടിസ്ഥാന സൂചികയായ നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും നേട്ടത്തിനൊപ്പം ഇവർക്ക് എത്താനായില്ല എന്നതും ശ്രദ്ധേയം. ടെക്നിക്കൽ അനാലിസിസ്. ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ പ്രധാന സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും അവയുടെ റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും 10% താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വളരെ കടുപ്പമേറിയ ഒരു തിരുത്തൽ പ്രതീക്ഷിക്കുന്നില്ലെന്നും വരും മാസങ്ങളിൽ സൈഡ് വേസ് നീക്കങ്ങളോ അല്ലെങ്കിൽ ടൈം വേസ് കൺസോൾട്ടേഷനോ ആകാം പൊതുവിൽ പ്രകടമാകുകയെന്ന് വിപണി വിദഗ്ധർ സൂചിപ്പിച്ചു. നിലവിലെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നില നോക്കിയാൽ ദിവസ ചാർട്ടിൽ 21 EMA നിലവാരത്തിന് മുകളിൽ തുടരാൻ അടിസ്ഥാന സൂചികയ്ക്ക് സാധിക്കുന്നതായി കാണാം. മൊമൻറ്റം ഇൻഡിക്കേറ്ററായ RSIയിൽ ബുള്ളിഷ് ക്രോസ് ഓവറും തുടർന്നുള്ള മുന്നേറ്റവും തെളിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും വിപണിയിൽ സംഭവിക്കാവുന്ന കുതിപ്പിനുള്ള സൂചനയാണെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ LKP സെക്യൂരിറ്റീസിന് രൂപക് ഡേ സൂചിപ്പിച്ചു. സമീപഭാവിയിൽ നിഫ്റ്റി സൂചിക 24,050 നിലവാരം ലക്ഷ്യമിട്ട് മുന്നേറാം. അതേസമയം നിഫ്റ്റിയുടെ തൊട്ടടുത്ത സപ്പോർട്ട് നിലവാരം 23,500-ലും 23,250-ലുമാണെന്നും ടെക്നിക്കൽ അനലിസ്റ്റുടെ രൂപക് ഡേ ചൂണ്ടിക്കാട്ടി. ഡിസ്ക്ലൈമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം നൽകുന്നതാണ്. ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നീക്കം ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.